അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാല് തമ്മീസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഹാല് പറഞ്ഞു, തമ്മീസ് പറഞ്ഞു, മഫായിൽ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ പറഞ്ഞത് മൻസൂബുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ഒരു മൻസൂബുമായി ബന്ധപ്പെട്ട നസ്ബുമായി ബന്ധപ്പെട്ട അടുത്തൊരു സംഭവം കൂടിയാണ് ബാബുൽ ഇസ്തിസ്നാ എന്ന സംഭവം. ഓക്കെ, ഇസ്തിസ്നാ അത് നിങ്ങൾ മുമ്പ് കേട്ടിരിക്കും, എന്നാൽ അത് നമ്മളൊരു ചെറുതായിട്ടൊരു വിശദീകരണത്തോടെയാണെന്ന് പഠിക്കുന്നത് കേട്ടോ. ബാബുൽ ഇസ്തിസ്നാ എന്ന് പറഞ്ഞാൽ സന എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക, മാറ്റി നിർത്തുക എന്നൊക്കെ അർത്ഥം. ഓക്കെ, മടക്കുക, തടയുക എന്നൊക്കെ അർത്ഥം സന യസ്നി എന്നുള്ളത്. അതിൻ്റെ ഇസ്തഫ് അല വസ്നാണ് എന്ത് ഇസ്തസ്ന എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തുക, ഒഴിച്ചു നിർത്തുക, മാറ്റി വെക്കുക എന്നൊക്കെ അർത്ഥം കേട്ടോ. പൊതുവായ ഒരു നിയമത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നൊക്കെ അർത്ഥം. അഥവാ ഇസ്തസ്ന മാറ്റി നിർത്തിയത് എന്നൊക്കെ അർത്ഥം. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എക്സെപ്ഷൻ കേസ് എന്നൊക്കെ പറയാം, എക്സ്പെക്ഷൻ എന്ന് പറയാം. EXCEPT ആണോ, മറ്റേതല്ല എക്സ്പെക്റ്റ് അല്ല എക്സെപ്ഷൻ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അതാണ് എന്ത് ഇസ്തിസ്ന എന്ന് പറയാം. അഥവാ ഒരു കൂട്ടത്തിൽ നിന്നും ഒരു കൂട്ടം സംഭവമുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ നിന്നും ഒരാളെ മാറ്റി നിർത്തണം. അപ്പോൾ അതിനുപയോഗിക്കുന്ന അറബിയിലെ പ്രയോഗത്തിനേക്കാണ് ഇസ്തിസ്ന എന്ന് പറയുക. വൽ ഇസ്തിസ്നാഉ അൻ തഖ്റുജ ശൈഅൻ മിൻ ജുംലത്തിൻ എന്നുള്ളതാണ്. ഇസ്തിസ്ന എന്ന് പറഞ്ഞാൽ അൻ തഖ്റുജ പുറത്താക്കലാണ്, അല്ലെങ്കിൽ പുറപ്പെടുവിപ്പിക്കലാണ്. ഷൈഅൻ ഒരു വസ്തുവിനെ നീ പുറപ്പെടുവിപ്പിക്കലാണ്. മിൻ ജുംലത്തിൻ ഒരു കൂട്ടത്തിൽ നിന്നും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിൽ നിന്നും ഒരാളെ മാറ്റി നിർത്തുക, അതിൽ നിന്നും പുറത്താക്കുന്നതിനേക്കാണ് ഇസ്തിസ്ന എന്ന് പറയുക. വഖഅത്ത് ഖബ്ലൽ ഇസ്തിസ്നായി, ആ ഇസ്തിസ്നായിൻ്റെ ഹർഫിൻ്റെ മുമ്പിൽ വന്ന ഒരു കൂട്ടം, അതൊരു കൂട്ടമായിരിക്കും അതിൻ്റെ അർത്ഥം ഉണ്ടാവുക എന്നർത്ഥം. അപ്പോൾ ഇസ്തിസ്നായിൻ്റെ ഹർഫിൻ്റെ മുമ്പ് വന്ന, ഖബ്ലൽ ഇസ്തിസ്ന എന്ന് പറഞ്ഞാൽ ഖബ്ലൽ ഹർഫിൽ ഇസ്തിസ്ന എന്നർത്ഥം. ഇസ്തിസ്നായിൻ്റെ ഹർഫിൻ്റെ മുമ്പ് വന്ന ഒരു കൂട്ടം, ഒരു ജുംല, ആ ജുംലയിൽ നിന്നും ഒരു ഷെയ്ഇനെ നീ പുറപ്പെടുവിപ്പിക്കലാണ് ഇസ്തിസ്ന എന്ന് പറയാം. അൻ തുഖ്രിജ ഷൈഅൻ നീ ഒരു വസ്തുവിനെ പുറത്താക്കലാണ്. അഖ്റജന പുറത്താക്കുക, അതിന് മുദാരി യുഖ്രിജു, അതിൽ നീ പുറത്താക്കുക. അൻ തുഖ്രിജ ഷൈഅൻ നീ ഒരു വസ്തുവിനെ പുറത്താക്കലാണ്, പുറത്താക്കി പറയലാണ്. മിൻ ജുംലത്തിന് ഒരു കൂട്ടത്തിൽ നിന്നും, ആ കൂട്ടം വഖഅത്ത് ഖബ്ലൽ ഇസ്തിസ്നായിൻ്റെ ഹർഫിൻ്റെ മുമ്പ് വന്ന ഒരു കൂട്ടം, ഒരു ജുംല, ആ ജുംലയിൽ നിന്നും ഒരു വസ്തുവിനെ പുറത്താക്കുക. ഓക്കെ, ഇനി വഹുറൂഫുഹു അതിൻ്റെ ഹർഫുകൾ, ഇസ്തിസ്നായിൻ്റെ ഹർഫുകൾ 10 10 10 ഹർഫുകൾ കൊണ്ട് ഇങ്ങനെ നമ്മളൊരു കൂട്ടത്തിൽ നിന്നും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരാളെ മാറ്റി നിർത്താൻ പറ്റും. ആ ഹർഫുകളാകുന്നത് 10 10 വഹിയ ആ ഹർഫുകൾ ഇല്ല, ഗൈറു സിവ, ഹാഷ, ഖല, അതുപോലെ തന്നെ അദ, വമാ അദ, മാ അദ എന്നാണ് കേട്ടോ. മാ ഖല, ലൈസ, ലാ യകൂനു ഇവകളൊക്കെയാണ് എന്ത് ഇസ്തിസ്നായിൻ്റെ ഹർഫുകളായിട്ട് പറയുന്നത്. ഓക്കെ, ഇസ്തിസ്നായിൻ്റെ ഹർഫുകളായിട്ട് പറയുന്നത് ഇവകളൊക്കെയാണ്. ഈ 10 ആ 10 ഹർഫുകൾ എന്ന് പറഞ്ഞത്. പിന്നെ ഇനി എങ്ങനെയാണ് ഇസ്തിസ്നാ ചെയ്യുക? അപ്പോൾ ഇസ്തിസ്നാ ചെയ്യുമ്പോൾ അതിന് എവിടെയൊക്കെ റഫ് കൊടുക്കണം, നസ്ബ് കൊടുക്കണം എന്നൊക്കെയാണ് ഇതിൽ പ്രധാനമായി പഠിക്കാനുള്ളത്. ഫൈദസ്തസ്നൈത എന്ന് പറഞ്ഞത് ആദ്യം ഇസ്തസ്നി ഇങ്ങനെ ഷർഫാക്കി വരുമ്പോൾ ഇസ്തസ്ന അങ്ങനെ അതിൻ്റെ മാതി ഷർഫാക്കുമ്പോൾ ഇസ്തസ്നൈത എന്നുണ്ടാവും. നീ തസ്നിയ ചെയ്താൽ, നീ ഇസ്തിസ്നാ ചെയ്താൽ എന്ന് പറയുന്നത്. നീ ഇസ്തിസ്നാ ചെയ്താൽ മിനൽ മുസ്ബത്തിൽ നിന്നും, മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ മുസ്ബത്ത് മൻഫി എന്ന 2 സംഗതികളുള്ള. മുസ്ബത്ത് പറഞ്ഞാൽ പോസിറ്റീവ്, മൻഫി പറഞ്ഞാൽ നെഗറ്റീവ് എന്നർത്ഥം. അപ്പോൾ നീ മുസ്ബത്തായ ഒരു കാര്യത്തിൽ നിന്നാണ് നീ ഇസ്തിസ്നാ ചെയ്യുന്നതെങ്കിൽ നസബത്തൽ മുസ്തസ്നാ ബിഹി, ആ ഹർഫിൻ്റെ ശേഷമുള്ളതായിരിക്കും മുസ്തസ്നാ ബിഹി കേട്ടോ. മനസ്സിലാക്കുക, ഹർഫിൻ്റെ മുമ്പ്, ഇപ്പോൾ ഇസ്തിസ്നായിൻ്റെ ഹർഫിൻ്റെ മുമ്പുള്ളത് മുസ്തസ്നാ മിൻഹു, ഏത് സംഗതിയിൽ നിന്നാണോ ഇസ്തിസ്നാ ചെയ്യുന്നത് എന്നാണ് ഹർഫിൻ്റെ മുമ്പുണ്ടാവുക.
എന്നാൽ ഹർഫിൻ്റെ ശേഷമുള്ളത് അതാണ് മുസ്തസ്ന ബിഹി എന്ന് പറയും. അതുപോലെ തന്നെ മുസ്തസ്ന എന്നും ചിലപ്പോൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ മുസ്തസ്ന ബിഹി എന്ന് പറഞ്ഞാൽ ഹർഫിൻ്റെ ശേഷമുള്ളത്, മുസ്തസ്ന മിൻഹു പറഞ്ഞാൽ ഹർഫിൻ്റെ മുമ്പുള്ളത്. ഈ മുമ്പുള്ളത് പറഞ്ഞാൽ അതിൽ നിന്നാണ് ഇസ്തിസ്നാ ചെയ്യുന്നത്, ശേഷമുള്ളതാണ് ഇസ്തിസ്നാ ചെയ്യപ്പെടുന്നത്. ഓക്കെ, നോക്കുക ഏതായാലും. അങ്ങനെ നീ മുസ്ബത്തിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്യുകയാണെങ്കിൽ നസബത്തൽ മുസ്തസ്ന ബിഹി, മുസ്തസ്ന ബിഹിക്ക് നീ നസ്ബ് ചെയ്തോ എന്ന് പറയുന്നത്. നസബത്ത, നീ നസ്ബ് ചെയ്തോ. മുസ്തസ്ന ബിഹി, മുസ്തസ്ന ബിഹി എന്ന് പറഞ്ഞാൽ ഈ ഹർഫിൻ്റെ ശേഷമുള്ളതിനിക്ക് നീ നസ്ബ് ചെയ്യുക. ഓക്കെ, കൗലിക ജാനിയൽ ഖൗമു ഇല്ലാ സെയ്ദൻ എന്ന് പറഞ്ഞോ എന്നർത്ഥം. ജാനി എൻ്റെ അടുത്ത് വന്നു, അൽ ഖൗമു, അൽ ഖൗം പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ ജുംലത്ത് ആണ്, മുസ്തസ്ന മിൻഹു ഏതാണ്? ഖൗമ്. ഇല്ല എന്നുള്ളത് ഹർഫ് ഇസ്തിസ്ന, സെയ്ദൻ എന്നുള്ളത് മുസ്തസ്ന ബിഹി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തോ? ജാനിയൽ ഖൗമു ഇല്ലാ സെയ്ദൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, ഖൗമ് എന്നുള്ളതാണ് ഇവിടെ മുസ്തസ്ന മിൻഹു. അപ്പോൾ ഈ ഖൗമിൽ നിന്നാണ് ഇസ്തിസ്ന ചെയ്യുന്നത്, ഒരു കൂട്ടം, ഒരു ജനത എന്നൊക്കെ പറയുന്നത്. അതിൽ നിന്നും ഒരാളെ മാറ്റി നിർത്താണ്, സെയ്ദിനെ മാത്രം. സെയ്ദ് മാത്രം എൻ്റെ അടുത്ത് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഖൗമു, ഇവ ജാനിൽ ഖൗമു എന്നുള്ളത് എന്താണ്? മുസ്ബത്താണ്, മൻഫി അല്ലല്ലോ. വന്നു അല്ലെ, വന്നു എന്നർത്ഥം, അല്ലാതെ വന്നിട്ടില്ല എന്നല്ലല്ലോ. അപ്പോൾ മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ അത് മൻഫി അല്ലാത്തത് എന്നർത്ഥം. അപ്പോൾ ജാനി അൽ ഖൗം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നു, അത് സംഗതി എന്തുണ്ടായി? ഉണ്ടായൊരു പ്രവർത്തനമാണ്, ഇല്ല എന്നുള്ളതല്ലല്ലോ. അപ്പോൾ മുസ്ബത്ത് ആയതുകൊണ്ട് മുസ്തസ്ന ബിഹിക്ക് ശേഷം, അഥവാ മുസ്തസ്നായുടെ ഇസ്തിസ്നാൻ്റെ ഹർഫിൻ്റെ ശേഷമുള്ള മുസ്തസ്ന ബിഹിക്ക് എന്ത് ചെയ്തു? നസ്ബ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിന് മുമ്പത്തെ എന്താവട്ടെ? റഫിൻ്റെ സാഹചര്യമാവട്ടെ. അപ്പോൾ മുസ്തസ്ന മിൻഹു റഫ് ആയാലും നസ്ബ ആയാലും ജാറ് മജ്റൂർ ആയാലും എന്തായാലും. അപ്പോൾ അതിന് ഉദാഹരണം നോക്കുക. ഇവിടെ ജാനിൽ ഖൗമു എന്നുള്ളത് ഇവിടെ ഫായിലാണ്, മർഫു ആണ്. ഓക്കെ, അതെന്തായാലും പ്രശ്നമില്ല. ഇനിയിപ്പോൾ റായിത്തുൽ ഖൗമ എന്നാണ്, റായിത്തുൽ ഖൗമ ഇല്ലാ സെയ്ദൻ, അവിടെ അങ്ങനെ തന്നെ. റായിത്തുൽ ഖൗമ എന്നുള്ളത് ഇവിടെ മഫ്ഊലാണ്, അപ്പോൾ അത് മൻസൂബാണ്. ഇല്ലാ സെയ്ദൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു എന്ത്? റായിത്തുൽ ഖൗമ എന്നുള്ളത് മുസ്ബത്ത് ആയതുകൊണ്ട്. അപ്പോൾ മുമ്പുള്ള സംഗതി ഇസ്തിസ്നായിൻ്റെ ഹർഫിൻ്റെ മുമ്പുള്ളിടത്തേക്ക് നോക്കുക, അവിടെ മുസ്ബത്താണോ, എന്നാൽ ശേഷമുള്ളത് എന്തായിരിക്കും? നസ്ബായിരിക്കും. അപ്പോൾ റായത്തുൽ ഖൗമ, ഞാൻ ഒരു ഖൗമിനെ കണ്ടു, ഒരു ജനതയെ കണ്ടു. ഇല്ല സെയ്ദൻ, സെയ്ദിനെ അല്ലാത്ത, സെയ്ദല്ലാത്ത എന്നർത്ഥം, സെയ്ദിനെ കണ്ടില്ല എന്നർത്ഥം. അപ്പോൾ ഓക്കെ, റായത്തുൽ ഖൗമ എന്ന് പറഞ്ഞിടത്ത് ഇവിടെ മുസ്ബത്താണ്, കാരണം ഞാൻ ആ ജനതയെ കണ്ടു. ഇല്ല സെയ്ദൻ, സെയ്ദിനെ അല്ലാതെ എന്നർത്ഥം. അത് ഇവിടെ എന്താണ്? നസ്ബിൻ്റെ സാഹചര്യത്തിലാണ് ഖൗമുള്ളത് എന്ന് കരുതിയിട്ട് ഒന്നല്ല കേട്ടോ. സെയ്ദൻ എന്നുള്ളത് ശേഷം ഖൗമു എന്നുള്ളത് നസ്ബാണെന്ന് കരുതിയിട്ടല്ല സെയ്ദൻ എന്നുള്ളത് നസ്ബാകുന്നത്. അതിനൊരേ നിയമമുള്ളൂ, ഇസ്തിസ്നാമുഹിന് മുമ്പുള്ളത് എന്താവുക? മുസ്ബത്താവുക എന്നുള്ളത്. ഈ ഇസ്തിസ്നാൻ്റെ ഹർഫിൻ്റെ മുമ്പുള്ളത് മുസ്ബത്താവുക എന്നുള്ള നിയമമുള്ളൂ. അതുപോലെ തന്നെ മറർത്തു ബിൽ ഖൗമി, ഞാൻ ഒരു ജനതയുടെ അടുത്തു കൂടെ നടന്നുപോയി. ഇല്ല സെയ്ദൻ, സെയ്ദിൻ്റെ അടുത്തല്ലാതെ എന്നർത്ഥം. അപ്പോൾ ഇവിടെ മറർത്തു ബിൽ ഖൗമി എന്നുള്ളത് മുസ്ബത്താണ്, ഞാൻ നടന്നുപോയി, അങ്ങനെ ഉണ്ടായ പ്രവർത്തനമാണ്. ഓക്കെ, അങ്ങനെ മുസ്ബത്താണ്. മുസ്ബത്ത് ആയതുകൊണ്ട് ഇല്ലയ്ക്ക് ശേഷമുള്ള ഹർഫുൽ ഇസ്തിസ്നാ ഇവിടെ ഏതാണ്? ഇല്ലയാണ്. അപ്പോൾ ഇല്ലയ്ക്ക് ശേഷമുള്ളത് എനിക്ക് എന്ത് ചെയ്തു? നസ്ബ് കൊടുത്തു. കാരണം അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലൻ. ഫശരിബൂ മിൻഹു, ഫശരിബൂ അവർ കുടിച്ചു, മിൻഹു ഇല്ലാ ഖലീലൻ. അങ്ങനെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫശരിബു മിൻഹു ഇല്ലാ ഖലീലൻ. ഫശരിബു അവരെല്ലാവരും കുടിച്ചു, മിൻഹു അതിൽ നിന്നും, ഇല്ലാ ഖലീലൻ. ഈ സംഭവം ജാലൂത്ത് താലൂത്തിൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഫശരിബു അവർ കുടിച്ചു. അപ്പോൾ അവർ എന്നുള്ളത് ഇവിടെ എന്താണ്? ജംആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ജുംലയായി. ഇനി അതിൽ നിന്ന് തസ്നിയ ചെയ്യുകയാണ്, കുറച്ചാളുകളല്ലാതെ എന്നർത്ഥം. ഇവിടെ ശരിബു എന്നുള്ളത് അവർ കുടിച്ചു എന്നുള്ളത് മുസ്ബത്താണ്. മുസ്ബത്ത് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായ പ്രവർത്തനമാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഇസ്തിസ്നാ ചെയ്യുന്നത്. അപ്പോൾ ഇല്ലാ ഖലീലൻ വശരിബ ആഹുലായി എന്നർത്ഥം. ആ കൂട്ടം ആളുകൾ അവരെല്ലാവരും കുടിച്ചു, ഇല്ലാ ഖലീലൻ കുറച്ചാളുകളല്ലാതെ എന്നാണ്. അപ്പോൾ ഇവിടെ ഖലീലൻ എന്നുള്ളത് നസ്ബ് കൊടുക്കാനുള്ള കാരണം ഇസ്തിസ്നായിൻ്റെ ഹർഫിൻ്റെ മുമ്പുള്ളത് എന്താണ്? മുസ്ബത്താണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇനി പറയുകയാണ്, ഫൈനിസ്തിസ്നൈത മിനൽ മൻഫി. ഇപ്പോൾ മുസ്ബത്തിൻ്റെ വിഷയം പറഞ്ഞു, മുസ്ബത്താണ് മുമ്പ്, ഇസ്തിസ്നായിൻ്റെ ഹർഫിൻ്റെ മുമ്പുള്ളത് മുസ്ബത്താണെങ്കിൽ ശേഷമുള്ള മുസ്തസ്നാ ബിഹിക്ക് എന്തായിരിക്കും? നസ്ബായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി മുമ്പുള്ളത് എന്താണെങ്കിലും മൻഫി ആണെങ്കിലോ? മൻഫി ആണെങ്കിൽ അജ്റൈതഹു, നീ അതിനെ നടത്തിക്കോ, അലൽ ബദലി, ബദൽ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ.
അപ്പോൾ മുമ്പുള്ളത് ഏതാണോ അത് അടിസ്ഥാനത്തിൽ ശേഷം പറയാം എന്നാണ്. മംഫി ആണെങ്കിൽ. മുസ്ബത്താണെങ്കിൽ ശേഷമുള്ളത് എനിക്ക് നെസ്ബേ വരികയുള്ളൂ. ഇനി അങ്ങനെ മുസ്ബത്തല്ല, ഇസ്തിസ്നാവിൻ്റെ ഹർഫുള്ളത് എന്തല്ല, മുസ്ബത്തല്ല, പകരം മംഫി ആണെങ്കിൽ പ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അജ്റൈതഹു, നീ അതിനെ നടത്തിക്കോ, അലൽ ബദലി, അത് ബദലാണെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബദലിൻ്റെ മേൽ നീ നടത്തിക്കോ എന്ന് പറഞ്ഞാൽ മുമ്പ് വന്ന മുസ്തസ്ന മിൻഹുവിന് ഏതാണോ ഇറാബ് അതിന് ബദലായിട്ട് ഇവിടെയും പറഞ്ഞോ എന്നർത്ഥം. തഖൂലു, നീ പറയുന്നു, മാ ജാനി, എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അപ്പം എന്തായത് മംഫിയായി. അൽ ഖൗമു, ആ ജനത എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഇവിടെ അൽ ഖൗമു എന്നുള്ളത് എന്താണ്, ഫായിലാണ്, മർഫു ആണ്. അപ്പം പിന്നെ അതിൽ നിന്നാണ് ബദലാവുക. ശേഷമുള്ളത് ഇല്ലാ സൈദുൻ എന്നുള്ളത് റഫാക്കി പറഞ്ഞു. കാരണം ഇവിടെ മുമ്പുള്ളത് ഈ ഇസ്തിസ്നാന്റെ അർഫിൻ്റെ മുമ്പുള്ളത് എന്താണ്, മുസ്ബത്തല്ല, മംഫിയാണ്. മംഫിയാണെങ്കിലുള്ള നിയമം എന്താണ്, ബദലാക്കി പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഖൗമിലേക്ക് ബദലാക്കിയപ്പോൾ ഖൗമു എന്നുള്ളത് ഫായിലായത് കൊണ്ട് റഫ് ആണ്. അതുകൊണ്ട് സെയ്ദുൻ എന്നുള്ള മുസ്തസ്ന ബിഹിയും എന്തായി, റഫ് ആയി മാറി. ഇല്ലാ സെയ്ദുൻ ബിർ റഫ്, ഈ റഫ് കൊടുത്തിട്ട്. അതുപോലെ തന്നെ വമാ റഅയ്തുൽ ഖൗമ, ഇനി അങ്ങനെ ഇവിടെ ഖൗമു എന്നുള്ളത് ഫായിൽ റഫ് ആയത് കൊണ്ടാണ് സെയ്ദുൻ എന്നുള്ളത് റഫ് ആയത്, എവിടെ മുമ്പ് മംഫി ആയതിനാൽ. ഇനി എന്താണ് ഇവിടെ എന്തുള്ളത്, ഇസ്തിസ്നാന്റെ അർഫിനുമുള്ളത് മംഫിയാണ്. ആ മുസ്തസ്ന മിൻഹു എന്താണെങ്കിൽ മൻസൂബാണെങ്കിൽ സെയ്ദിനിക്കും മൻസൂബായിരിക്കും. വമാ റഅയ്തുൽ ഖൗമ, ഞാൻ സമുദായത്തെ കണ്ടിട്ടില്ല. അവിടെ സമുദായത്തെ അല്ലെങ്കിൽ ആ ജനതയെ എന്നുള്ളത് മഫ്ഊലാണ്, മഫ്ഊൽ മൻസൂബാണ്. അപ്പോൾ അതിലേക്ക് ബദലാക്കിയിട്ടാണ് മുസ്തസ്ന ബിഹിയെ പറയുക. ഇല്ലാ സൈദൻ എന്നുള്ളത് മുസ്തസ്ന ബിഹിയെ ഇതിലേക്ക് ഖൗമിലേക്ക് ബദലാക്കി പറഞ്ഞു, ബിൻ നസ്ബി, നസ്ബ് കൊടുത്തിട്ട്. അതുപോലെ ഇനി ജറാണെങ്കിലോ, വമാ മറൽതു ബിൽ ഖൗമി ഇല്ലാ സൈദിൻ, വമാ മറൽതു ബിൽ ഖൗമി, ഒരു സമുദായത്തിൻ്റെ അടുത്ത് കൂടെ ഞാൻ നടന്നു പോയിട്ടില്ല, ഇല്ലാ സൈദിൻ, സെയ്ദല്ലാത്ത എന്നർത്ഥം. അപ്പോൾ ഇവിടെ സെയ്ദിനെ കൂടാതെ എന്നർത്ഥം കേട്ടോ. അപ്പോൾ ഇവിടെ മറർത്തു ബിൽ ഖൗമി, മാ മറർത്തു ബിൽ ഖൗമി എന്നുള്ളിടത്ത് ഇവിടെ എന്താണ്, മംഫിയാണ്. മംഫിയാണെങ്കിൽ മുസ്തസ്ന മിനുവിൻ്റെ ശേഷമുള്ള മുസ്തസ്ന ബിഹിക്ക് ബദലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ബദലാക്കുമ്പോൾ ഖൗമിൽ നിന്നാണ് ബദലാവുക. ഖൗമ് എന്നുള്ളത് എന്താണ്, മജ്റൂർ ആയതുകൊണ്ട് സെയ്ദിൻ എന്നുള്ളതും ബിൽ ജെറി, ജെറ് കൊടുത്ത് പറയുന്നു. കുല്ലുഹാ അലൽ ബദലി, ഇവിടെയൊക്കെ ഏത്, അൽ മാ ജാഅനിൽ ഖൗമു ഇല്ലാ സെയ്ദുൻ വമാ റഅയ്തുൽ ഖൗമ ഇല്ലാ സെയ്ദൻ വമാ മറത്തു ബിൽ ഖൗമി ഇല്ലാ സെയ്ദിൻ എന്നുള്ളതെല്ലാം കുല്ലുഹാ അൽ ബദലി, അതൊക്കെ ബദലിൻ്റെ മേലിലാണ് എന്ന് പറഞ്ഞാൽ ബദൽ അടിസ്ഥാനത്തിലാണ് ഇതിനൊക്കെ അയറാബ് കൊടുത്തത്. വഹുവൽ ഇഖ്തിയാർ, അതാണ് മുഖ്താറായ ഏറ്റവും നല്ല അഭിപ്രായം. എവിടെ, ഇസ്തിസ്നാന് മുമ്പുള്ളത് മംഫി ആണെങ്കിൽ മുസ്തസ്ന മിൻഹുവിന് എന്താണ് ഇറാബ്, ആ ഇറാബ് മുസ്തസ്ന മിൻഹുവിൽ നിന്നും ബദലാക്കി പറയുക. അപ്പോൾ മുസ്തസ്ന മിൻഹു റഫ് ആണെങ്കിൽ മുസ്തസ്ന ബിഹിക്കും റഫ്, മുസ്തസ്ന മിൻഹു നസ്ബ് ആണെങ്കിൽ മുസ്തസ്ന ബിഹിക്കും നസ്ബ്, മുസ്തസ്ന മിൻഹുവിന് ജറാണെങ്കിലോ മുസ്തസ്ന ബിഹിക്കും ജറ്. മുസ്തസ്ന മിൻഹു എന്ന് പറഞ്ഞാൽ ഹർഫിൻ്റെ മുമ്പുള്ളത്, ഈ ഇസ്തിസ്നാൻ്റെ ഹർഫിൻ്റെ മുമ്പുള്ളത്. മുസ്തസ്ന ബിഹി എന്ന് പറഞ്ഞാൽ ഹർഫിൻ്റെ ശേഷമുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ പറഞ്ഞു. വഹുവൽ ഇഖ്തിയാറു, അതാണ് ഇഖ്തിയാറായ അഭിപ്രായം, മുഖ്താറായ അഭിപ്രായം അതാണ് ഇതിൽ മൻഫിൻ്റെ വിഷയത്തിൽ. ഇനി വയജൂസു നസ്ബു ഫീഹി ദൂനൽ ബദലി, ബദൽ കൂടാതെ നസ്ബും പറ്റും. ഇഖ്തിയാറായ അഭിപ്രായം പറഞ്ഞു, അങ്ങനെ ബദൽ അടിസ്ഥാനത്തിൽ ഏതാണോ മുമ്പുള്ള ഇറാബ് അത് കൊടുക്കലാണെന്ന് പറഞ്ഞു. ഇനി പറയണേ വയജൂസു നസ്ബു, നസ്ബ് പറ്റുന്നതാണ് ഫീഹി, ഈ മംഫിയിൽ. ഓക്കെ, വയജൂസു നസ്ബു ഫീഹി എന്നുള്ളിടത്ത് നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് വയജൂസു നസ്ബു ഫീഹി എന്നാണ് കേട്ടോ. അത് ശരിക്കും എന്താ അറിയോ, ഫീഹിന്ന എന്നായിരിക്കും വരേണ്ടത്. വയജൂസു നസ്ബു, നസ്ബ് പറ്റുന്നതാണ് ഫീഹിന്ന, ഇവകളിൽ. ഇവകളിൽ എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഫീഹി എന്നുള്ളത് മംഫി എന്ന അർത്ഥത്തിനാവുന്നത്, എന്നാൽ ഫീഹിന്ന എന്നാണ് ഒന്നുകൂടി നല്ലത്. കാരണം ഇവിടെ റഫിൻ്റെയും നസ്ബിൻ്റെയും ജെറിൻ്റെയും സാഹചര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് വയജൂസു നസ്ബു ഫീഹിന്ന, ഈ അവസരങ്ങളിൽ, ഈ 3 അവസരങ്ങളിലും ഓക്കെ അങ്ങനെ പറ്റുന്നതാണ്. എന്ത് പറ്റും, ജൂസു നസ്ബു, നസ്ബ് പറ്റുന്നതാണ്. ബദലാക്കാതെ തന്നെ നസ്ബാക്കി തന്നെ പറയുക. ദൂനൽ ബദലി, ബദലാക്കാതെ നസ്ബാക്കി തന്നെ പറയാൻ പറ്റുന്നതാണ്. അതുപോലെ അള്ളാഹു പറയുന്നു, വലാ യൽതഫിതു മിൻകും അഹദുൻ ഇല്ലംറഅതക ബിർറഫി വൻ നസ്ബി, രണ്ടും കൊടുത്ത് വായിക്കാം. ഓക്കെ, റഫ് കൊടുത്ത് വായിക്കുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബദലാക്കിയിട്ട് അഹദുൻ ഇല്ലംറഅതുക എന്നുള്ളത്, അഹദുൻ എന്നുള്ളത് റഫായത് കൊണ്ട് ഇമ്രഅതുകയും റഫാക്കി പറഞ്ഞു എന്നാണ്. എന്നാൽ
ഇന്നോട് പറഞ്ഞു നെസ്ബ് പറ്റും, ബദലാക്കാതെ പറ്റും എന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തും അഹദുൻ ഇല്ലംറ അത്തക്ക എന്നും പറയാം. റഫി വൻ നസ്ബി, റഫ് കൊണ്ടും നെസ്ബ് കൊണ്ടും വായിക്കാം. അവിടെ ഫീഹി എന്നുള്ളിടത്ത് ഫീഹിന്ന എന്നാക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ. അഥവാ ഫീഹിന്നാന ഇവകളിൽ എന്ന് പറഞ്ഞാൽ ഈ റഫിൻ്റെ സാഹചര്യം, നെസ്ബിൻ്റെ സാഹചര്യം, ജറിൻ്റെ സാഹചര്യം ഇവകളിൽ ബദലാക്കാതെ തന്നെ, അഥവാ മൻഫി ആയാൽ ഇനിയിപ്പോൾ യജൂദ് നെസ്ബ് ഫീഹി എന്ന് പറയുമ്പോൾ എങ്ങനെ വെക്കേണ്ടി വരും? ഈ മൻഫി എന്ന് വെച്ചാൽ മതി. അപ്പോൾ മൻഫിയിൽ നെസ്ബ് പറ്റുന്നതാണ്. ഇങ്ങനെ മൻഫി ഇസ്തിസ്നാൻ്റെ അർഫിന് മുമ്പ് മൻഫി വന്നാൽ നെസ്ബ് പറ്റും, ബദലാക്കാതെ തന്നെ നെസ്ബ് കൊടുത്ത് പറയാം. മുമ്പത്തെ പോലെ തന്നെ മുസ്ബത്തിൻ്റെ സാഹചര്യത്തിൽ പറഞ്ഞ ശേഷമുള്ളത് എനിക്ക് എപ്പോഴും നെസ്ബായിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും പറയാം എന്നൊരു അഭിപ്രായമുണ്ട്. യജൂസു എന്നാണ്, പറ്റുന്നതാണ്. എന്നാൽ ഇഖ്തിയാറായ അഭിപ്രായം പറഞ്ഞത് എന്താണ്? അങ്ങനെ ബദലാക്കി പറയലാണ് ഏറ്റവും നല്ലത്. വലാ യൽതഫിതു മിൻകും അഹദുൻ ഇല്ല ഇംറഅതക എന്നും ഇല്ല ഇംറഅതുക എന്നും രണ്ടും പറ്റുന്നതാണ്. ഇനി പറയാണ് അടുത്തൊരു നിയമം, ഫസുലുൻ. ഇതൊരു ഫസിലാണ്. വൈൻ കാനൽ മുസ്തസ്നാബിഹി, മുസ്തസ്നാബിഹി എന്ന് പറഞ്ഞാൽ ആ അറഫിൻ്റെ ശേഷമുള്ളത്. മിൻ ഗൈരി ജിൻസിൽ മുസ്തസ്നാ മിൻഹു, അത് മുസ്തസ്നാ മിൻഹുവിൻ്റെ ജിൻസിൽ പെട്ടതല്ല എങ്കിൽ, ഒരു നിയമം കൂടിയാണ് കേട്ടോ. മുസ്തസ്നാ മിൻഹു എന്ന് പറഞ്ഞാൽ ഈ ഹർഫിൻ്റെ മുമ്പുള്ളത്, മുസ്തസ്നാ ബിഹി എന്നാൽ ഹർഫിൻ്റെ ശേഷമുള്ളത്. ഇനി പറയാണ് ഈ മുസ്തസ്നാ ബിഹി എന്നുള്ള ഈ ഹർഫിൻ്റെ ശേഷമുള്ളത് മിൻ ഗൈരി ജിൻസിൽ മുസ്തസ്നാ മിൻഹു ആയ ഈ ഹർഫിൻ്റെ മുമ്പുള്ളതിൻ്റെ ജിൻസിൽ പെട്ടതല്ല, അതിൻ്റെ ഇനത്തിൽ പെട്ടതല്ല എങ്കിൽ, അത് നോക്കണം, അർത്ഥത്തിലേക്ക് നോക്കണം എന്നർത്ഥം. അങ്ങനെ പെട്ടതല്ല എങ്കിൽ നസബത്തൽ മുസ്തസ്നാ ബിഹിക്ക് നീ നസ്ബ് ചെയ്തോ. ഖൗലിക, നിൻ്റെ വാക്ക് പോലെ, മാ ഫിദ്ദാരി റജുലുൻ ഇല്ലാ ഹിമാറൻ എന്നുള്ളത് പോലെ. ഇവിടെ മാഫിദ്ദാരി വീട്ടിലില്ല, റജുലുൻ ഒരു മനുഷ്യനുമില്ല. ഇവിടെ മനുഷ്യൻ എന്നുള്ളതാണ് മുസ്തസ്നാ മിൻഹു. ഇനി അതിൽ മുസ്തസ്നാ ബിഹിയാക്കി പറയുന്നത് ഇല്ലാ ഹിമാറൻ, കൈതയല്ലാതെ എന്ന് പറയുന്നത്. അപ്പോൾ കൈത എന്നുള്ള മുസ്തസ്നാ ബിഹി അതെന്തല്ല, മുസ്തസ്നാ മിൻഹുവായ റജുൽ എന്നുള്ള മനുഷ്യൻ എന്നുള്ള ജിൻസിൽ പെട്ടതല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? നസബത്ത ഹിമാറൻ, ഹിമാറൻ എനിക്ക് നസ്ബ് ചെയ്തോ. ലിഅന്നഹു ലൈസ മിൻ ജിൻസി റജുലി, ഹിമാർ എന്നുള്ളത് റജുൽ എന്നതിൻ്റെ ജിൻസിൽ പെട്ടതല്ല, അതുകൊണ്ട് നീ നസ്ബ് ചെയ്തോ എന്നൊരു നിയമം കൂടി. അപ്പം മൊത്തത്തിൽ പറഞ്ഞത് മുസ്ബത്തിൻ്റെ നിയമം, മൻഫിക്കൊരു നിയമം, പിന്നെ ജിൻസിൽ പെടാത്തത് വന്നാൽ മറ്റൊരു നിയമം. ഇനി പറയണേ, എന്നാൽ ഇങ്ങനെ നസ്ബ് ചെയ്യും, എന്നാലും ബനു തമീമിക്കാരെ. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നഹ്വിൻ്റെ വിഷയത്തിൽ സർവ്വസാധാരണമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബനു തമീമിക്കാർ എന്ത് ചെയ്യുന്നു? യർഫഊനഹു, അതിനിക്കും റഫ് ചെയ്യുന്നു. യർഫഊനഹു, അവർ റഫ് ചെയ്യുന്നു. ഹു, അതിനിക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുസ്തസ്നാ മിൻഹുവിൽ നിന്ന് ജിൻസല്ലാത്ത മുസ്തസ്നാ ബിഹി വന്നാൽ അപ്പോഴും ബനു തമീമിക്കാർ എന്ത് ചെയ്യുന്നു? അവിടെയും റഫ് ചെയ്യുന്നു. വഖാല ഷായിറു, ഷായിർ പറയുന്നു, വബൽദത്തിൻ ലൈസ ബിഹാ അനീസു ഇല്ലൽ യാഫീറു വഇല്ലൽ ഐസു എന്നാണ് പറയുന്നത്. വബൽദത്തിൻ, എത്രയെത്ര നാടുകളാണ്, ലൈസ ബിഹാ അനീസു, അവിടെയൊന്നും അനീസു, ഒരു നേരം പോക്കാക്കുന്ന ഒരു വസ്തുവുമില്ല. ഒരു നേരം പോക്ക്, അനീസ്, ആനസ്, യൂനിസ്, ഈനാസ് എന്നൊക്കെ പറഞ്ഞാൽ നേരം പോക്കാക്കുക, അഥവാ സമയം ഇങ്ങനെ കളയെന്നർത്ഥം. ആനസ്, യൂനിസ് എന്നാൽ സമയം പോക്കുക എന്നർത്ഥം. നേരം പോക്കാക്കുന്ന ലൈസ ബിഹ അനീസു, അവിടെ ഒരു സമയം പോക്കാക്കുന്ന, നേരം പോക്കാക്കുന്ന ഒന്നുമില്ല. ഇല്ലൽ യആഫീറു വ ഇല്ലൽ ഐസു. യആഫീർ എന്ന് പറഞ്ഞാൽ മാൻപേടക്ക് മാനിന് പറയലുണ്ട്, യാഫൂറും ജമ്മി യാഫീർ പറയണം. അതുപോലെ തന്നെ ചെറിയ ചെറിയ പശുക്കൾക്കാണ് സാധാരണയായിട്ട് ഈ യാഫീർ ഉപയോഗിക്കാറുള്ളത് കേട്ടോ. യാഫീറിനെ പറ്റി പറയുമ്പോൾ വലദുൽ ബഖറ എന്നാണ് പറഞ്ഞത്. അത് പശുക്കുട്ടി, അൽ വഹ്ശിയ, കാട്ടു പശുക്കുട്ടി എന്ന് പറയും. എന്നാൽ അതുപോലെ തന്നെ വൽ ഐസ് എന്നുള്ളത് ഐസിൻ്റെ ജമ്മാണ്. ഈസ്. ഐസ് എന്നുള്ളത് മുദക്കർ, അതിൻ്റെ മുഅന്നസ് ഐസ, അതിന് ജമ്മായിട്ടാണ് ഈസ് വരിക. ഈസ് പറഞ്ഞാൽ നല്ല തരം ഒട്ടകങ്ങൾ, നല്ല ചാര നിറമുള്ള ഒട്ടകം എന്നൊക്കെയാണ് അടയാളങ്ങളൊക്കെ ഉള്ള ഒട്ടകങ്ങൾ, ഒട്ടകങ്ങൾ എന്നർത്ഥത്തിനേക്കാണ് ഈസ് വരിക. അപ്പോൾ ഈസിനെ പറ്റി പറയുന്നത് അൽ ഇബ്ലുൽ ബീലല്ലത്തി യുഖാലിത്തു ബയാലഹ ഷൈഅൻ മിന സഫ്ര, എന്തെങ്കിലും കളറ് വെള്ള ഒട്ടകം, അതിലെന്തെങ്കിലും കളറുകളുള്ള എന്നർത്ഥം. അപ്പോൾ ചാര നിറമുള്ള എന്തെങ്കിലും ഒരു തരം ഒട്ടകം എന്ന് പറയാം. അപ്പോൾ ഈസും യാഫിർ എന്ന് പറഞ്ഞാൽ വലദുൽ ബക്കറ, പശുക്കുട്ടികൾ, കാട്ടു പശുക്കുട്ടികൾ. അപ്പോൾ അതും
ഒട്ടകങ്ങളും വല്ലാതെ ഒന്നുമില്ല നേരം പോക്കാക്കുന്ന അങ്ങനത്തെ എത്ര നാടുകളുണ്ട്. വാവ് എന്തിനാ റുബ്ബനർത്ഥാണ്. എത്ര ബൽദത്തിൻ, എത്ര നാടുകളാണ് അവിടെ ഇല്ല. ലൈസ ബിഹാനീസ്, ഒരു നേരം പോക്കാക്കുന്ന, നേരം കളയുന്ന ഒന്നുമില്ല. ഇല്ലൽ ആഫിറു, ഈ പശുക്കുട്ടികളും ഇല്ലൽ ഐസു, ഈ ഒട്ടകങ്ങളും അല്ലാതെ ഒന്നുമില്ലാത്ത എത്ര നാടുകളുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് മനുഷ്യരൊന്നും മനുഷ്യരൊന്നില്ലാത്ത, മനുഷ്യരെ കിട്ടൂല എന്നർത്ഥം. നേരം പോക്കിന് മനുഷ്യരെ കിട്ടാത്ത ആടുകളും ഒട്ടകങ്ങളും മാത്രം ജീവിക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് എന്നാണ് കവി പറയുന്നത്. നമ്മുടെ ഇവിടെ വിഷയം എന്താണ്? ബനൂ തമീമിക്കാർ റഫ് ചെയ്തതിന് ഉദാഹരണമാണ് പറയുന്നത്. ഇവിടെ ലൈസ ബിഹ അനീസു എന്നാണ് ഇവിടെ എന്ത്? അനീസു എന്നുള്ളതാണ് ഇവിടെ മുസ്തസ്ന മിൻഹു. ഓക്കെ, ആ മുസ്തസ്ന മിൻഹുവിൽ നിന്നാണ് യഅഫീറു എന്നുള്ളത് എന്തായി മാറുന്നു? മുസ്തസ്ന ബിഹി ആയി മാറും. മുസ്തസ്ന ബിഹി വരുന്നത് നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത്? ജിൻസിൽ പെടാത്തത്. ഇവിടെ അനീസ് പറഞ്ഞാൽ മനുഷ്യർ എന്നാണ്, യാഫിർ പറഞ്ഞാൽ ജീവികളാണ്. അങ്ങനെ ജിൻസിൽ പെടാത്തത് വന്നാൽ നെസ്ബ് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞ നിയമം പറഞ്ഞത്. എന്നാൽ ബനൂ തമീമിക്കാർ അങ്ങനെ നിയമം പാലിക്കാറില്ല. അവർ റഫ് ചെയ്യും. ഓക്കെ, ഇല്ലൽ ആഫിറു എന്ന് തന്നെ റഫ് ചെയ്ത് പറയും. അപ്പോൾ യർഫഉൽ ആഫിറു, ആഫിർ എന്ന് എനിക്ക് റഫ് ലഭിച്ചിരിക്കുന്നു. ലഅന്നഹു ലൈസ മിൻ ജിൻസിൽ അനീസി, ഇവിടെ അനീസിൻ്റെ ജിൻസിൽ പെടാത്തത് കൊണ്ട്. അനീസ് പറഞ്ഞാൽ നേരം പോക്കാക്കുന്ന വസ്തു, സമയം അങ്ങനെ കളയുന്ന വസ്തു എന്നുള്ളതൊക്കെ ആരെയാണ്? മനുഷ്യന്മാരാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മനുഷ്യന്മാരെ ഈനാസ് തരുന്ന എന്നൊക്കെ അർത്ഥം. അങ്ങനെ ഇൻസാനിൻ്റെ അല്ലെങ്കിൽ അനീസിൻ്റെ ജിൻസിൽപ്പെട്ടതല്ല എന്ത്? ആഫിറുകളും മീസും. അതുകൊണ്ട് നമ്മൾ നിയമം പറഞ്ഞത് നെസ്ബ് കൊടുക്കുക എന്നാൽ ബനൂ തമീമിക്കാർ റഫ് കൊടുത്ത് പറയും. അതിനിക്കാണില്ലല്ലേ ആഫിറു എന്നുള്ള ഈ വരി ഉദാഹരണമായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പാഠത്തിന് മൊത്തത്തിൽ പഠിച്ചത് എന്താണ്? ഇസ്തിസ്ന എന്ന് പറഞ്ഞാൽ അൻ തഖ്റുജ ശൈഅൻ മിൻ ജുംലത്തിൻ വഖഅത ഖബ്ല ഇസ്തിസ്ന. ഇസ്തിസ്നാൻ്റെ അർഫിൻ്റെ മുമ്പിൽ വന്ന ഒരു ജുംലയിൽ നിന്നും ഒരു കൂട്ടത്തിൽ നിന്നും ഒന്നിനെ പുറത്തിറക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അർഫുകൾ ഇല്ലയും വൈറ് സിവ ഹാഷ ഖല ആദ മാദ മഹല ലൈസ ലായക്കുൻ എന്നിവയൊക്കെയാണ്. ഇനി മുസ്ബത്തിൽ നിന്നാണ് ഇസ്തിസ്ന ചെയ്യുന്നതെങ്കിൽ ശേഷമുള്ള മുസ്തസ്ന ബിഹിക്ക് നസ്ബായിരിക്കും. ഇനി മൻഫിയിൽ നിന്നാണ് ഇസ്തിസ്ന ചെയ്യുന്നതെങ്കിലോ? മൻഫിയിൽ നിന്നാണ് ഇസ്തിസ്ന ചെയ്യുന്നതെങ്കിൽ അവിടെ ബദൽ അടിസ്ഥാനത്തിൽ മുസ്തസ്ന മിൻഹുവിൻ്റെ ബദലാക്കിയിട്ട് ആ ഇറാബ് കൊടുക്കും. മുസ്തസ്ന മിൻഹു റഫ് ആണെങ്കിൽ മുസ്തസ്ന ബിഹിക്കും റഫ്, മുസ്തസ്ന മിൻഹു നസ്ബ് ആണെങ്കിൽ മുസ്തസ്ന ബിഹിക്കും നസ്ബ്, മുസ്തസ്ന മിൻഹു ജാർ മജ്റൂർ ആണെങ്കിൽ മുസ്തസ്ന ബിഹിക്കും മജ്റൂർ കൊടുക്കും എന്നാണ് പൊതുവായ ഖായിദ. ഇനി പറയുകയാണ് ഈ മൻഫിയായതിൽ അഥവാ മുസ്തസ്ന മിൻഹു മുമ്പ് മൻഫിയായതിൽ ബദലാണ് ഖായിദ എന്നുണ്ടെങ്കിലും അവിടെയും നസ്ബ് പറ്റുന്നതാണ്, യജൂസു പറ്റുന്നതാണ്. ഇനി പറയുന്നത് ഈ മുസ്തസ്ന മിൻഹു മുസ്തസ്ന ബിഹി, ഈ മുസ്തസ്ന ബിഹി മുസ്തസ്ന മിൻഹുവിൻ്റെ ഇനത്തിൽപ്പെട്ടതല്ല എങ്കിൽ നസ്ബ് കൊടുക്കണം. എന്തിനിക്ക്? മുസ്തസ്ന ബിഹിക്ക് നസ്ബ് കൊടുക്കണം. ഏതുപോലെ മാഫിദ്ദാരി റജുലുൻ ഇല്ലാ ഹിമാറൻ എന്ന് നസ്ബ് കൊടുത്ത് പറയണം. കാരണം ഹിമാർ എന്നുള്ളത് റജുലിൻ്റെ ജിൻസിൽപ്പെട്ടതല്ല, അതുകൊണ്ട്. എന്നാൽ ഇവിടെയും എന്ത് ചെയ്യുന്നു? ബനൂ തമീമിക്കാർ അവിടെയും റഫ് ചെയ്യാറുണ്ട്. അവരെങ്ങനെ പറയും? മാഫിദ്ദാരി റജുലുൻ ഇല്ലാ ഹിമാറുൻ എന്നവർ പറയും. അത്ര ഉള്ളൂ ഇന്നത്തെ പാഠത്തിൽ പഠിക്കാൻ. അപ്പോൾ ഈ ഭാഗങ്ങൾ നല്ല നോക്കുക. പിന്നെ അത് തർക്കീബും കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. എന്നാലും അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാം. ഈ ഇസ്തിസ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മഫ്ഊൽ ബിഹി അല്ലെങ്കിൽ മൻസൂബിൻ്റെ ഒരു ഇനത്തിൽപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്തിസ്ന വരിക. ഓക്കെ, ഇതിൻ്റെ എന്താ പറയുക, ഹർഫുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇല്ല, വൈറ്, സിവ, ഹാഷ അതൊക്കെയാണ് പറഞ്ഞു. അതിൽ തന്നെ ഇസ്മായിട്ട് വരുന്നത് ചിലതുണ്ട് കേട്ടോ. അപ്പോൾ ഹർഫുകൾ നമ്മൾ മൊത്തത്തിൽ പറയണ ഹർഫുകൾ എന്നുള്ളത് അതിൽ ഇല്ല, വൈറ്, സിവക്ക് എന്താണ്? ഇസ്മുകളാണ്. ഇസ്തിസ്നാൻ്റെ ഇസ്മാണ് ഇല്ല എന്നുള്ളത്. അത് വിശദമായിട്ട് പഠിക്കുമ്പോൾ പഠിക്കും. അതായത് മുസ്തസ്ന മിൻഹു എന്ന് പറഞ്ഞാൽ ഈ ഹർഫിൻ്റെ മുമ്പുള്ളത്, അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഹുക്കും അതിലേക്കാണ് ചേരുക എന്നർത്ഥം. മുസ്തസ്ന ബിഹി പറഞ്ഞാൽ ശേഷമുള്ളത്. ഈ മൂന്ന് സംഗതികളാണ് ഇസ്തിസ്നാന് വേണ്ടത്. മുസ്തസ്ന മിൻഹു, ബിഹി, അദാത്ത്. അദാത്ത് പറഞ്ഞാൽ ഇല്ല, വൈർ അങ്ങനത്തെ അദാത്തുകൾ, അതാണ് ഹർഫുകൾ എന്നർത്ഥം. പിന്നെ പറയുന്നത് മാ അദ മാ ഹല എന്നൊക്കെ ഉണ്ടല്ലോ. ഇവിടുത്തെ മാ അതെന്താണോ? അത് മാ ഹർഫാണ്, മബിനിയാണ്, അൽ ഫത്തഹാണ് കേട്ടോ, അല സുക്കൂൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഏതുപോലെ മാ അദ. ഓക്കെ, അങ്ങനെ വന്നിട്ട് പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ടത് വബൽദത്തിൻ, പ്രധാനമായി മനസ്സിലാക്കേണ്ടത് പറയുകയാണ്. വബൽദത്തിൻ എന്നുള്ളത് വാവ് റുബയുടെ വാവാണ്. ബൽദത്തിൻ എന്നുള്ളത് ഇസ്മു മജ്റൂറാണ് കേട്ടോ.
ഇസ്മ മജറൂറായിരിക്കെ തന്നെ ലഫ്ൽ, ഇവിടുത്തെ ലഫ്ൽ എന്താണ്? മർഫു ആണ് മഹല്ലിൽ. അത് മുമ്പത്തതാക്കിയിട്ട് സങ്കല്പിക്കുക എത്ര എത്ര റുബ വൽദത്തി എന്നുള്ളത്. പിന്നെ ലൈസ എന്നുള്ളത് ഫില് നാക്കിസ് ആണല്ലോ അല്ലേ, ഫില് മാതി നാക്കിസ് ആണ്. പിന്നെ ബിഹ എന്നുള്ളത് എന്താണെന്നറിയോ? ലൈസ ഇവിടെ ഖബറാണ്. അനീസു എന്നുള്ളതോ ലൈസയുടെ ഇസ്മുമാണ്. അപ്പോൾ ഖബർ മുന്തി വന്നു, ഇസ്മി പിന്തി വന്നു എന്നുള്ളതുള്ളൂ. ലൈസ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ലൈസ വന്നാൽ പിന്നെ ഇസ്മും ഖബറും ആവണം ഉണ്ടാവുക, ഫീല് മാതി നാക്കിസ് ആണ്. അതുപോലെ തന്നെ ബിഹി എന്നുള്ളത് ഖബർ മുഖദ്ദമാണ് എന്തിൻ്റെ? ലൈസയുടെ. അനീസ് എന്നുള്ളത് മുബത്തദ മുഅഖറാണ്. പിന്നെ അനീസ് എന്നുള്ളത് മുസ്തസ്ന മിൻഹു ആണ് ഇവിടെ. അതാണ് ഇവിടുത്തെ പ്രധാന പോയിന്റ്. ഇല്ല എന്നുള്ളത് ഹർഫുൽ ഇസ്തിസ്നാ. അതിന് പ്രത്യേക ഇറാബുകൾ മഹലിൽ, ഇറാബിൽ എന്തില്ല? മഹലൊന്നും ഉണ്ടാവില്ല. പിന്നെ യആഫിർ എന്നുള്ളത് മുസ്തസ്ന ബിഹിയാണ്. മുസ്തസ്ന ബിഹിക്ക് ഇവിടെ എന്ത് ചെയ്തു? ബനു തമീക്ക റഫ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ പറയണം? അത് ബദലാണ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, ബദലായിട്ടാണ് റഫ് കൊടുത്തത്. നെസ്ബ് കൊടുക്കുകയാണെങ്കിലോ അങ്ങനെ മൻസൂബ് പറയാ, കാരണം മിൻ ഗൈരി ജിൻസി എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ റഫ് കൊടുത്തത് കൊണ്ട് എന്ത് പറയണം? ബദൽ എന്ന് തന്നെ പറയണം. വ ഇല്ല എന്നുള്ള രണ്ടാമത്തെ വ ഇല്ലയോ, അത് സായിദായി വന്ന ഇല്ലയാണ്. വാവ അത്തുഫുമാണ്. ഈസി എന്നുള്ളതിലേക്ക് അത്തുഫായിട്ട് വന്നത്. അപ്പോൾ ഇനി വിശദമായിട്ട് അതിൻ്റെ തെർക്കീബ് ഇറാബ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വർക്കുകൾ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയാം. ഏതായാലും ക്ലാസ് ഒന്ന് ശ്രദ്ധിക്കുക, ഇതിലെ പ്രധാന പോയിന്റുകളൊന്ന് മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.